ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കുക്കിങ്ങൊന്നുമില്ല, അതേപോലെ നോമ്പ് തുറ വിഭവങ്ങളും ഇല്ല. ഇന്നിപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ഒരാവശ്യമുണ്ട്. അപ്പോൾ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് പോയി വാങ്ങിച്ചിട്ട് വരണം. പിന്നെന്താ, റംസാനല്ലേ, എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ്, എല്ലാവരും നമുക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനെൻ്റെ അച്ചാറിൻ്റെ ഇതിട്ടിട്ടുണ്ടായിരുന്നു, ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അച്ചാറുകൾ. ചില ആൾക്കാരൊക്കെ ഓർഡർ തന്നിട്ടുണ്ട്, നമ്മളവർക്ക് എത്തിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ഞാൻ ഇതിന് മുന്നേ ഇതേപോലെ അച്ചാർ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് നമുക്ക് കുറച്ച് ഭയങ്കരമായിട്ട് ഒരു 6000 രൂപയുടെ മാങ്ങ ഒന്നിച്ച് ചീത്തയായിപ്പോയി. കാരണം എനിക്ക് കൊണ്ടുവന്ന് തന്ന ആൾ വാടിയ മാങ്ങയാണ് കൊണ്ടുവന്ന് തന്നത്. അങ്ങനെ ആ മാങ്ങ മൊത്തം ചീത്തയായിപ്പോയി, അതിലൊരുപാട് നഷ്ടം വന്നു. പിന്നെ നൈറ്റി ബിസിനസ്, അങ്ങനെ എല്ലാ മേഖലയിലും ഞാൻ കൈ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നിലും നമുക്കൊരു പച്ചപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറയാം, അല്ലേ? ഒക്കെ പടച്ചവൻ്റെ ഓരോ തീരുമാനങ്ങളായിരിക്കാം. പടച്ചവനും കൂടി വിചാരിക്കണ്ടേ നമ്മളെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ നമുക്കൊന്ന് ഇതാവണം എന്നുള്ളത്. അപ്പോൾ പക്ഷേ വേറെ നമുക്ക് ഇതൊന്നുമില്ല. എന്നാൽ കൂടി പറയുക, ഇപ്പോൾ ലാസ്റ്റാണ് ഞാൻ ഈ ഒരു ചാനലിലേക്ക് കടന്നിരിക്കുന്നത്. ഈ ചാനൽ തുടങ്ങാം എന്നൊരു ഇത് മനസ്സിൽ വന്ന് അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. വല്ലാതെ വ്യൂസൊന്നും കയറുന്നില്ല, കുറവാണ്. അപ്പോൾ ഇനി ചാനലായിട്ട് മുന്നോട്ട് പോകാൻ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തോ പറഞ്ഞ മാതിരി കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് പബ്ലിക്കിൽ പറയാൻ താല്പര്യമില്ല. അപ്പോൾ നമുക്ക് അധ്വാനിച്ച് നമുക്ക് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നും അധ്വാനിച്ച് നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഇതാണ്. പിന്നെ ബാക്കി എന്താ പറഞ്ഞ മാതിരി എല്ലാവർക്കുള്ള പോലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കുറേ കടം കാര്യബാധ്യതകളാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടുകയൊക്കെ വേണം. അപ്പോൾ അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ബിസിനസ്സും ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഒക്കെ പടച്ചവന് തീരുമാനിക്കട്ടെ. മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ പറ്റട്ടെ, അതല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കുകയോ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. ഞാനുണ്ടാക്കുന്ന കുക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാം ശരിയാവുമായിരിക്കും, അല്ലേ? എല്ലാവർക്കും അൽഹംദുലില്ലാഹ്, അസ്സലാമു അലൈക്കും.